അനാചാരങ്ങൾ നിറഞ്ഞു നിന്ന ഒരു കാലത്താണ് എമി കാർമൈക്കിൾ ഇന്ത്യയിൽ മിഷണറിയായി വരുന്നത്. തമിഴ്നാട്ടിൽ അവർ മിഷണറിയായി വേല ചെയ്യുന്ന കാലത്ത് അനാചാരങ്ങൾ ധാരാളമായിരുന്നു. മാതാപിതാക്കൾ സ്വന്തം മക്കളെ അമ്പലങ്ങളിലേക്ക് ദേവദാസികളായി വിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ അകത്തെ കഷ്ടകാലം മാറുവാൻ, രോഗം മാറുവാൻ, പ്രശ്നങ്ങൾ മാറുവാൻ അതൊരു വലിയ ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണമായി അവർ ചിന്തിക്കുകയും അങ്ങനെ പെൺമക്കളെ വളരെ ചെറുപ്പത്തിലെ തന്നെ ദേവദാസികളായി വിറ്റുകഴിഞ്ഞാൽ അവർ പിന്നീട് അമ്പലങ്ങളിൽ ജീവിക്കും. മരണം വരെ അവിടെ അവർ ജീവിച്ച് അവരുടെ ജീവിതം അവിടെ തീരും. അവർക്ക് തിരിച്ച് ഭവനത്തിൽ വരുവാനോ മാതാപിതാക്കളെ കാണുവാനോ ഉള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ആ കാലത്ത് എമി കാർമൈക്കിൾ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു തണുപ്പായി മാറി. അവരെ അമ്പലങ്ങളിൽ നിന്ന് രക്ഷിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് സത്യദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് നിത്യജീവന്റെ അവകാശികളാക്കി. അതോടൊപ്പം അവരുടെ ഭാവിയിലേക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം കരുതി ചെയ്തു കൊടുത്തു. പെൺകുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ധാരാളം പേർക്ക് എമി ഒരു തണുപ്പായി മാറി. കാട്ടുകൊള്ളക്കാരനായ ജംബുലിംഗം കർത്താവിൽ വിശ്വസിക്കുവാനും അവനെ രക്ഷകനായി സ്വീകരിപ്പാനും ഇടയായിത്തീർന്നത് എമിയിലൂടെയാണ്. അവൻ പല സ്ഥലത്തും പോലീസിനെ ഭയന്ന് ഒളിച്ചു താമസിക്കുമ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തൻ്റെ അടുത്ത് വരട്ടെ എന്ന് വിചാരിച്ച് അവനെ കാത്ത് ഒരു റാന്തൽ വിളക്ക് അവളുടെ വീടിൻ്റെ വാതിക്കൽ കത്തിച്ച് ഇട്ടിരുന്നു എന്ന പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുവാൻ ഇടയായിട്ടുണ്ട്. അനേകർക്ക് തണുപ്പായി തീർന്ന എമി കാർമൈക്കിളിനെ പോലെ നമുക്കും മറ്റുള്ളവർക്കൊരു തണുപ്പായി മാറാം. തണുപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പോട്ട് പോകാനൊരു പ്രേരക ശക്തിയായി നാം അവരെ സഹായിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക, ശരി പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പങ്കാളികളുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു തണുപ്പായിരിക്കാം. മക്കളുടെ ചൂടേറിയ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളൊരു തണുപ്പായി അവരോടൊപ്പം നിൽക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കൊരു തണുപ്പായി നിൽക്കാം. എല്ലാവർക്കും ഈ തണുപ്പ് ആവശ്യമാണ്, നമ്മൾക്കും ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളാൽ നമ്മളെ വളരെ ധൈര്യപ്പെടുത്തുമ്പോൾ പൗലോസിനും ഇങ്ങനൊരു തണുപ്പ് ആവശ്യമായിരുന്നുവെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. വലിയ പ്രശസ്തിയില്ലാത്ത ചിലരുടെ പേരുകൾ അവിടെ പറഞ്ഞിരിക്കുന്നു. സ്തേഫനോസും ഫൊർത്തനാത്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു തണുപ്പായി മാറുമ്പോൾ അനേകർ നമ്മളെ അറിയണമെന്നില്ല. എന്നാൽ നമ്മൾ അവർക്കൊരാശ്വാസമായി തീരുമ്പോൾ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കൊരു തണുപ്പായിട്ടിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.